യൂണിവേഴ്സിറ്റി എക്സാം ഡിഗ്രി PG പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരു സംഭവമാണ് എക്സാം എങ്ങനെ എഴുതാമെന്നുള്ളത്. പലരും കളിയാക്കി ചോദിക്കുക, അതൊക്കെ നമുക്കറിയാമെന്നുള്ള ഭാവത്തിലാണ് പലരും എഴുതുന്നത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ മാർക്ക്, ഏകദേശം 20-30 മാർക്ക് ഒരു സബ്ജക്റ്റിന് തന്നെ നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മൾ നിസ്സാരമാക്കി കളയുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ വേണം. ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 മാർക്കിന്റെ ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 സെന്റൻസ് എഴുതിയാൽ മതി. എന്നാൽ 5-6 മാർക്കിന്റെ ചോദ്യങ്ങളാണെങ്കിൽ ഒരു പേജ്, ഒരു സൈഡ് നമ്മൾ എഴുതണം. നേരെ തിരിച്ചെഴുതുന്നവരും ഉണ്ട്, വെറുതെ ടൈം കുറേ വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിന് ഇപ്പം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം 5 മിനിറ്റ്, അതേപോലെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മിനിറ്റ്, ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 മിനിറ്റ്. ഈ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആൻസർ കീ കിട്ടുന്നതിന്റെ ബേസിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. മറ്റൊന്നാണ് ചില ആളുകൾ നമ്പർ ഇടുന്ന കേസ്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി പേപ്പർ കിട്ടുമ്പോൾ അതിന്റെ മാർജിൻ ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മളെ വക മാർജിൻ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്പർ ഈ മാർജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇടേണ്ടത്. ചില ആളുകൾ ഓവറോൾ ഈ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറിന്റെ പോയിന്റുകൾക്ക് നമ്പർ, ഇതൊക്കെ ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ കൊണ്ട് നിങ്ങളുടെ പല മാർക്കും നഷ്ടപ്പെട്ടേക്കാം. പിന്നെ നമ്മൾ ആൻസർ കീയിലുള്ള പോയിന്റ്സുകളുണ്ട്. നിങ്ങൾക്ക് കരുതുന്ന പോലെ ഒരുപാട് നിങ്ങൾ എഴുതിയ പോലത്തെ ആൻസർ ഒന്നുമല്ല നമുക്ക് ആൻസർ കീയിൽ തരിക. അറ്റ്ലീസ്റ്റ് ആൻസർ കീയിലുള്ള പോയിന്റ് അതിൽ പെടുന്ന രീതിയിൽ വേണം നമ്മളുടെ പഠനം. ആ ഒരു പോയിന്റ് നമ്മളുടെ ആൻസർ ഷീറ്റിൽ ഉൾപ്പെട്ടിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റു ചില ആളുകളുണ്ട്, സബ് പോയിന്റ് ആയിട്ടുള്ള പോയിന്റുകൾക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അങ്ങനെ എഴുതി ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻ ഓരോ പോയിന്റുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നോക്കുന്ന ആൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് ഏകദേശം അളക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ പോയി നിങ്ങൾ എസ്സേയോ ഷോർട്ട് എസ്സേയോ എഴുതാതിരിക്കുക. കാരണം നമ്മൾ ആ ഒരു എഴുതിയ ഒരു ലെവലാകുമ്പോൾ, ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയ ഒരു ലെവലാകുമ്പോഴാണ് നമ്മൾ ആ ഒരു എഴുത്തിൻ്റെ ഫ്ലോയിലേക്ക് വരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എസ്സേ ഷോർട്ട് എസ്സേക്ക് ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ അഡീഷൻ പോയിന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ആദ്യം തന്നെ എസ്സേ പോയി എഴുതുന്ന ആളുകളുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളറിയാതെ സൈക്കോളജിക്കലി കുറച്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്നാണ് മലയാളത്തിൽ എഴുതുന്നവർ, മലയാളത്തിൽ കമൻറ്റ് കൊടുക്കുന്നവരുണ്ട്. ഈ സൂചിപ്പിച്ചെന്ന് മാത്രം. മലയാളത്തിൽ ഒരു വാക്ക് കണ്ടാൽ പോലും, മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള മീഡിയം സബ്ജക്റ്റുകൾക്ക് മലയാളത്തിൽ എഴുതിയാൽ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് താഴെ തന്നെ ജയിപ്പിക്കൂ എന്നുള്ള പോലത്തെ കമൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ നോക്കാതിരിക്കാനുള്ള അധികാരം വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കുണ്ട്. പിന്നെ നമ്മളുടെ മാർക്ക് പ്രത്യേകിച്ച് പോകുന്നൊരു സ്ഥലമാണ്, ഞാൻ പറഞ്ഞു ഒരുപാട് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കണം. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഉദാഹരണം പറയാം, നമ്മളുടെ ഫീച്ചേഴ്സ് ഓഫ് AI ഒരു ചോദ്യം ചോദിച്ചു എന്ന് കരുതുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്, AI എന്താന്നുള്ളത് എഴുതണം. ആ ഒരു ഇൻട്രോഡക്ഷന് നമ്മൾ അറിയാതെ ഒരു 1.5 മാർക്ക് വീഴും. പലരും നേരിട്ട് പോയിട്ട് ആദ്യം ഫീച്ചേഴ്സ് എഴുതുന്നവരുണ്ട്. അപ്പം 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 മാർക്ക് അറിയാതെ നമ്മൾക്ക് അവിടെ വരികയാണ്. ആക്ച്വലി നോക്കുന്നവരുടെ ഒരു സൈക്കോളജിക്കൽ വശമാണ് ഈ പറയുന്നത്. നേരെ മറിച്ച് നേരിട്ട് നിങ്ങൾ ഫീച്ചേഴ്സ് എഴുതിയാൽ 1.5 മാർക്ക് അവിടെ തന്നെ പോയി. ആക്ച്വലി സംഭവം എത്ര നല്ല പോയിന്റ് എഴുതിയാലും, അത്രത്തോളം എഴുതിയാലും 4, 4.5, 5 കിട്ടുന്നത്. എന്നാൽ ഇത് എഴുതിയിട്ട് അത്യാവശ്യം കുറച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ മാർക്കുണ്ട്. ഇപ്പൊ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, ആദ്യം അത് രണ്ടും എന്താന്ന് എഴുതണം. എന്നിട്ട് ആ 2 പോയിന്റ് നമ്മൾ കോളം വൈസ് ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ എത്രയോ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒഴിവാക്കുകയും സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്ക് അവിടെ മാർക്ക് വാങ്ങാം. ഉദാഹരണം, 2 എസ്സേ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇൻട്രോഡക്ഷന് 2 അവിടെ കിട്ടി, 4 മാർക്ക് അവിടെ തന്നെ കിട്ടി. ഒരു 8 ഷോർട്ട് എസ്സേ ഉണ്ടെങ്കിൽ
8 2 16 16 4 20 മാർക്ക് നമ്മൾ അറിയാതെ കിട്ടുകയാണ്, അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തി പോവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഷെയർ ചെയ്ത് എന്ന് കരുതി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പകരം അവർക്കും ഒരു ഉപകാരമായിരിക്കും. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.